ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ രാത്രി ഏകദേശം 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഹെയർ ഓയിൽ സ്റ്റോക്ക് ഇല്ല. നമുക്ക് ഇനി ആകെ ഇത് 200 ml ആണ്. 100 ml ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഹെയർ ഓയിൽ കാച്ചി വെച്ചാൽ 21 ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുക. നാളെ നമ്മൾ ഹെയർ ഓയിൽ എടുക്കും. അപ്പോൾ വീണ്ടും നമ്മൾ ഇന്ന് ഹെയർ ഓയിൽ കാച്ചി വെച്ചു. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം. നെല്ലിക്ക, ഇത് നമ്മൾ നവധാന്യങ്ങൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ സബോള, കുരുമുളക്, നാളികേരം, ഉലുവ, കരിഞ്ജീരകം, ചെറിയുള്ളി, മുക്കൂറ്റി, കറ്റാർവാഴ, പൂവാങ്കുറുനില, നീലാമ്പരി, ചെമ്പരത്തിത്താളിയുടെ ഇല, ഇതെല്ലാം, പിന്നെ നമ്മുടെ വേപ്പിൻ്റെ ഇല, ഇതെല്ലാം നമ്മുടെ മുടി നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും അതുപോലെ തന്നെ മുടി ഇടതൂർന്ന് വളരുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മളത് മൈലാഞ്ചിയില ഇട്ട് നമ്മൾ മുടി കഴുകി നമ്മൾ ഷാമ്പു ഇട്ട് കഴുകുന്നത് പോലെയാണ്. നമുക്ക് മുടിക്ക് നല്ല മിനുസം കിട്ടും. പിന്നെ കറുകപ്പട്ടയുടെ ഇല, ആര്യവേപ്പിൻ്റെ ഇല, തുളസിയുടെ ഇല. അപ്പോൾ ഈ ഇലകളും ഈ കാണിച്ചു തന്ന എല്ലാ സാധനങ്ങളും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ വെറുതെ വെള്ളത്തിലല്ല നമ്മൾ അടിച്ചെടുക്കുക. നമ്മൾ റോസ്മേരി വാട്ടർ തിളപ്പിച്ച് വെച്ചിട്ട് ആ വെള്ളത്തിലാണ് നമ്മളെല്ലാവരും എല്ലാ സാധനങ്ങളും അതിലടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ ആഴ്ചയിൽ 3 ദിവസമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ ഹെയർ ഓയിൽ നമ്മുടെ മുടി വളരുന്നതിനും അതുപോലെ തന്നെ ഗാനനര തടയുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഓയിലാണ്. പിന്നെ നമുക്ക് ഒനിയൻ ഓയിലുണ്ട്. ഈ ഒനിയൻ ഓയിൽ നമുക്ക് താരം പോകാൻ വേണ്ടി 100% നമുക്ക് ഗ്യാരണ്ടി ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഹെയർ ഓയിൽ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് സോപ്പോ ഷാമ്പോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉചിതനുസരിച്ച് നമുക്ക് കഴുകി കളയാവുന്നതാണ്. എല്ലാവരും സോപ്പ് ഉപയോഗിക്കേണ്ടതില്ല. നമുക്ക് താളിപ്പൊടിയാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ സോപ്പ് നമുക്ക് കെമിക്കലൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ പ്രകൃതിദത്തമായ നമ്മുടെ ഉലുവയോ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ തലമുടി കഴുകുന്നതായിരിക്കും നമുക്ക് ഉചിതം. ഇതിനകത്ത് നമ്മൾ കറ്റാർവാഴ ചേർക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അസുഖമുള്ള എല്ലാവരും ഉപയോഗിച്ചിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയ ഓയിലാണിത്. ഇതിനകത്ത് നമ്മൾ കറ്റാർവാഴ ചേർക്കില്ല, കുനിയൻ ഓയിലാണ്. അപ്പോൾ അത് താരം പോകുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഓയിലാണ്. പിന്നെ നമുക്ക് സ്കിൻ തെറാപ്പി ഓയിലുണ്ട്, കരിമംഗലം, അതുപോലെ കറുത്തടയാളങ്ങൾ ഒക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഓയിലാണ്. അത് കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും നമ്മുടെ ഹെയർ ഓയിലായാലും സ്കിൻ തെറാപ്പി ഓയിലായാലും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തത് ആയുർവേദ ഹെയർ ഓയിൽ ആവശ്യമുള്ളവർ ഞങ്ങളുടെ വാട്സപ്പ് വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ ഞങ്ങളുടെ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾക്ക് ഓൾ കേരള കൊറിയർ സർവീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുക. ശരി, ബൈ.